കോതമംഗലം MA കോളേജിൽ ജീവനൊടുക്കിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മിച്ചി മാർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് നടക്കും. മിച്ചി മാർപ്പുവിന്റെ മാതാപിതാക്കൾ ഇന്നെത്തും. അരുണാചൽ പ്രദേശ് സ്വദേശിയും ബിടെക് 2ാം വർഷ വിദ്യാർത്ഥിയുമായ മിച്ചി മാർപ്പുവിനെ ഇന്നലെയാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആവശ്യമായ ക്രെഡിറ്റ് സ്കോർ നേടാനാകാത്തതിനാൽ ഇയർ ഔട്ട് ആകുമെന്ന ഭയമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് സഹപാഠികളുടെ ആരോപണം. വാർത്തയുടെ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ തന്നെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആജ്ഞ, തീർച്ചയായും ദുഃഖകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു അത്. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതിനെ തുടർന്ന് ഇയർ ഔട്ട് ആകുമെന്നുള്ളൊരു ഭയമാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കൂടെയുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന പ്രതികരണം. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ട ഒരു 5 കാര്യങ്ങൾ മാനേജ്മെന്റ് സമ്മതിച്ചതായി നമുക്ക് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നു. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആജ്ഞ? ഇന്നലെയാണ് വാടക വീട്ടിൽ നിന്ന് അരുണാചൽ പ്രദേശ് സ്വദേശിയായ ബിടെക് 2ാം വർഷ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. തീർച്ചയായും ഈ അടുത്ത നാളുകളിൽ ആത്മഹത്യകളുടെ എണ്ണം എനിക്ക് തോന്നുന്നു കൂടി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മിച്ചി മാർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളൊക്കെ നമുക്ക് നേടാനുണ്ട്. എന്താണ് ഈ വിദ്യാർത്ഥിയെ ഇത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്, നമുക്ക് എത്തിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ശരി, ആജ്ഞയിലേക്ക് നമുക്ക് പോവാം. ആജ്ഞ, എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ എന്തൊക്കെ? ഇന്ന് ഈ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നീക്കമുണ്ടാകും. അതേസമയം കുട്ടിയുടെ ഫാമിലിയിൽ നിന്നും ആളുകൾ കോളേജിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കോതമംഗലം MA കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനുണ്ടായത്, അതായത് വിദ്യാർത്ഥികൾ പലരും ഇത്തരത്തിൽ ഇയർ ഔട്ട് ആയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലതവണയും പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പരാതി നൽകിയപ്പോൾ വേണമെങ്കിൽ പരീക്ഷ എഴുതിയാൽ മതി, അതല്ലെങ്കിൽ വേണമെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ള തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള നീക്കമാണ് പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ള പരാതി നിരവധി ഇടങ്ങളിൽ നിന്ന് എത്തുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾക്ക് അത്തരം പരാതികളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി പ്രതിഷേധമുണ്ടായതും. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മാനേജ്മെന്റ് മറ്റ് ഇയർ ഔട്ട് ആയിട്ടുള്ള കുട്ടികളെ ഒക്കെ പരിഗണിക്കാൻ തീരുമാനിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അരുണാചൽ പ്രദേശിലാണ് ഈ മരിച്ച കുട്ടിയുടെ പാരൻസ് ഉള്ളത്. അവരവിടെ നിന്നും ഇന്ന് കോതമംഗലത്ത് MA കോളേജിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ് ഈ മരിച്ച വിദ്യാർത്ഥി. അതേസമയം തന്നെ ഈ മറ്റു കുട്ടികൾക്ക്, അതായത് ഹോസ്റ്റലിൽ നിരവധി കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങളുമായി ഉണ്ടായിരുന്നു. ഈ കുട്ടി തന്നെ, അതായത് മരിച്ച കുട്ടി തന്നെ, വിദ്യാർത്ഥി തന്നെ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. പരീക്ഷയുമായി ബന്ധപ്പെട്ടും ഇയർ ഔട്ട് ആകുമോ എന്നുള്ള ഒരു പ്രശ്നം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടും വാടക വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെങ്കിലും കഴിഞ്ഞ 2 മാസക്കാലമായി ഇതിന്റെ പ്രശ്നങ്ങൾ ഈ വിദ്യാർത്ഥി നേരിടുന്നുണ്ടായിരുന്നതായിട്ടാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് നമുക്ക് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.